ഹായ്, 5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1575 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫ്. ഹനീഫാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും ഞങ്ങളെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് കയറുക. 3 ബെഡ്റൂമുകളാണ് ഈ ഒരു പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 എണ്ണം ഗ്രൗണ്ട് ഫ്ലോറിലും ഒരെണ്ണം ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന് 1060 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ നോക്കാം. അതിനുശേഷം വീടിന്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ എത്ര കോസ്റ്റ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 1060 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 1060 സ്ക്വയർ ഫീറ്റിന്റെ കോസ്റ്റ് ആണ് വരുന്നത്. 3,54,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇത് 2 അടി ഡെപ്തിൽ വരുന്ന കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ് ഇതിൽ പറയുന്നത് ഉണ്ടാവും. അപ്പോൾ അടുത്തതായിട്ട് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്ക്, ബ്രിക്ക് വർക്ക്, ലിൻഡല്, സൺഷെയ്ഡ് മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് ആണ് പറയുന്നത്. 12,30,000 രൂപയാണ് ഈ ഒരു സ്റ്റേജിൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വാർക്ക വരെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ 15,85,000 രൂപ ചെലവ് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ടൈല്, പെയിന്റിങ്, പ്ലാസ്റ്ററിങ് ഒക്കെ ആയിട്ട് ഒരു 8,90,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ 5,71,000 രൂപയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 31,48,000 രൂപയാണ് വരുന്നത്. 1,575 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഇനി ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് ഓരോ ഘട്ടങ്ങളിലും എത്ര അതിന്റെ ചെലവ് വന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫൗണ്ടേഷന്റെ കാര്യത്തിൽ ആദ്യം നമുക്ക് എർത്ത് വർക്ക്, അതുപോലെ സൈറ്റ് ക്ലിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 13,800 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അത് ഒരു ദിവസത്തെ വർക്ക് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും. നമ്മൾ ഹിറ്റാച്ചി ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ഒരു മണിക്കൂറിനാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ ചിലപ്പോൾ 1-2 ലേബറും വേണ്ടി വന്നേക്കാം. പിന്നെ കരിങ്കല്ലിന്റെ വർക്ക് 1,33,000 രൂപ, ബെൽറ്റ് കോൺക്രീറ്റ് 76,000 രൂപ, എർത്ത് ഫില്ലിങ് 69,000 രൂപ. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തറയിൽ മണ്ണ് നിറയ്ക്കുന്നത് പല സ്ഥലത്തും പല റേറ്റ് ആണ്. നമ്മൾ പുറമേ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ വരുന്നത്. നമുക്കിപ്പോൾ സൈറ്റിൽ നിന്ന് ആ ഒരു മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ 69,000 എന്നുള്ള ഒരു കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ വർക്ക് എടുക്കുന്ന സമയത്ത് ക്ലയന്റിന്റെ അടുത്ത് കൃത്യമായിട്ട് അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും. നമ്മളിപ്പോൾ മണ്ണ് പുറമേ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ, ഇൻ കേസ് നമുക്ക് ആ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റേറ്റ് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് മേടിക്കില്ല. അത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയും. ഇനി അടുത്തതായിട്ട് അതിലെ PCC, അതിന്റെ കോൺക്രീറ്റ്, ഫ്ലോർ കോൺക്രീറ്റ് 60,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 3,54,000 രൂപ ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ആൾക്കാർ ഫേസ്ബുക്കിൽ അവരുടെ കേട്ടേക്ക് ചോദിക്കും 1000 സ്ക്വയർ ഫീറ്റിന്റെ തറ കെട്ടാൻ എത്ര രൂപയാന്നുള്ളത്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ആണ് എന്നതുകൊണ്ട് ഇത്ര രൂപ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്ലാനിനനുസരിച്ച് കോസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതായത് ചില 1000 സ്ക്വയർ ഫീറ്റ് വീടുകൾക്ക് ഭിത്തി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഭിത്തി ഇല്ലാത്തടത്തൊന്നും ഫൗണ്ടേഷന്റെ ആവശ്യം വരുന്നില്ല. ആ ഫൗണ്ടേഷന്റെ ആ ഒരു ഇത്രയും ഏരിയയിലുള്ള കോസ്റ്റ് കുറയും. അതുപോലെ തന്നെ ബ്രിക്ക് വർക്കിന്റെ കോസ്റ്റ് കുറയും, പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ കുറയും. അപ്പോൾ ഭിത്തി കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് അതിന്റെ കോസ്റ്റ് കൂടും. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ വലിയ സ്പാനൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് ബീം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അല്ലാതെ പല ആൾക്കാരും ഇപ്പോൾ വീട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യണം, എത്ര രൂപയാവും, സ്ക്വയർ ഫീറ്റിന് എത്രയാണ് എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു റേറ്റ് ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിത് അച്ചിൽ വാർത്ത് കൊണ്ടുവരുന്ന സംഭവമൊന്നുമല്ല. നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ അത് പലതവണ മാറ്റി വരയ്ക്കേണ്ടി വരും. ആദ്യം വരയ്ക്കുന്ന പ്ലാൻ ആയിരിക്കില്ല ചിലപ്പോൾ വീട് പണി തുടങ്ങുന്ന സമയത്ത്. അല്ല, നമ്മൾ പ്ലാൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്, 3D ഉണ്ടെങ്കിൽ 3D, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ഒരു റേറ്റ് പറയാൻ പറ്റുക. പിന്നെ സൈറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, സോയിൽ ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിയിട്ട് അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കോസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി അതിന്റെ ബ്രിക്ക് വർക്ക് 5,46,000 രൂപ. ഇത് 2 ഫ്ലോറിന്റെ കൂടിയിട്ടാണ് 5,46,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 1,86,000 രൂപ. റൂഫ് സ്ലാബ് 4,92,000, 5 ലക്ഷം രൂപ എടുത്ത് അതിന്റെ വാർക്കയുടെ കോസ്റ്റ് വരുന്നുണ്ട് 2 ഫ്ലോറിനും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് 15,85,000 രൂപ കോസ്റ്റ് വരും. ഇനി അതിന്റെ പെയിന്റിങ്, ടൈല്, ഇതൊക്കെ നോക്കാം.
അതിനായിട്ട് പ്ലാസ്റ്ററിങ് 3,42,000 രൂപ, പെയിന്റിങ് 2,73,000 രൂപ, ടൈല് 2,72,000 രൂപ. ഈ ടൈലിന്റെ കേസിലൊക്കെ നമുക്ക് എന്താണ് കോസ്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊട്ടേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ അത്ര കോസ്റ്റ്ലിക്ക് പോകണ്ട, അല്ലെങ്കിൽ അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിന്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് 3,93,000 രൂപ. ഇവിടെയും ഇതേ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബ്രാൻഡഡ് നമ്മളിപ്പോഴും ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ആയിരിക്കും നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുക. അതിന്റെ റേറ്റ് ഇട്ട് കൊടുക്കുക. പലപ്പോഴും നമ്മളൊരു റേറ്റ് പറയുന്ന സമയത്ത് പല ആൾക്കാരും പറയും ഇത് കൂടുതലാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരിക്കലും എന്താണ് ഒരു ചീപ്പ് റേറ്റ് അല്ലെങ്കിൽ ചീപ്പ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിന്റെ റേറ്റ് അങ്ങനെ റേറ്റ് കുറവിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വർക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. പക്ഷെങ്കിലും അതിനുശേഷം നമുക്ക് ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന് അതിന്റെ ഒരു പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഒരു നെഗറ്റീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരു ചീപ്പ് ക്വാളിറ്റി റേറ്റ് ഇട്ട് കൊടുക്കുക, അതിനനുസരിച്ചുള്ള വർക്ക് നടത്തുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3,93,000. ഇപ്പം ഇത് കോസ്റ്റ് വേണ്ട അല്ലെങ്കിൽ ഇത്ര കോസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളിലേക്ക് ലോ കോസ്റ്റ് അതൊരു ക്വാളിറ്റി എന്താണ് കുറയാത്ത ബ്രാൻഡുകളിലേക്കൊക്കെ നമുക്ക് വേണ്ടി പോകാവുന്നേ ഉള്ളൂ. ഡോർസ് ആൻഡ് വിൻഡോസ് 2,80,000. ഇതും കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാവുന്ന ഇതിന്റെ കോസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്ക് വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിന് ഉള്ള മറ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള UPVC കാര്യങ്ങളൊക്കെ അതിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഒന്നല്ല പറയുന്നത്. ഓരോ ക്ലയന്റിന്റെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അതിന്റെ പ്ലാനിങ് തൊട്ട് അതിന്റെ ഫിനിഷിംഗ് വരെ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 14,60,000 രൂപ ഈ ഒരു സ്റ്റേജിൽ, അതായത് പ്ലാസ്റ്ററിങ് തൊട്ട് അതിന്റെ ഫിനിഷിംഗ് വരെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് 31,48,000 രൂപ ഈ വീടിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ സ്ക്വയർ ഫീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1,999, അതായത് 2,000 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് 2,000 രൂപ കോസ്റ്റ് ബജറ്റിലാണ് ഈ ഒരു വീടിന്റെ റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഈ വീടിന്റെ പ്ലാൻ അപ്പം കാണാം. ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് സോഫ, TV യൂണിറ്റ് ഒക്കെ ഉണ്ട്. അടുത്ത് ഡൈനിങ്ങിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെ ആയിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്, ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്, ഒരു അപ്പർ ലിവിംഗ് സ്പേസ്, ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 1,062 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് 350-135 സെന്റിമീറ്ററിലാണ് സിറ്റ് ഔട്ടിന്റെ. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 350-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. അടുത്ത് ഡൈനിങ് 550-375 സെന്റിമീറ്റർ. ഡൈനിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയറും. ഇവിടെയായിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ആദ്യത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. 330-360 സെന്റിമീറ്റർ എന്ന അളവിൽ ഇവിടെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. 1,570 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടാണ്. അതിന്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇന്നത്തത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങളുടെ ഓഫീസുകളുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ, 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.